ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് സാൻസിബാറിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റ് ഓഫ് സാൻസിബാർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെസ്റ്റോറൻറ്റ് കടലിൻ്റെ നടുക്കായിട്ടാണുള്ളത്. അപ്പോൾ കടലിൻ്റെ വ്യൂവും കണ്ട് നമുക്ക് അവിടുത്തെ വെറൈറ്റി ഓഫ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ റെസ്റ്റോറൻറ്റ് ഇരിക്കണ വലിയൊരു റോക്കുമ്മയാണ്. റെസ്റ്റോറൻറ്റ് ഭയങ്കര വലിയ റെസ്റ്റോറൻ്റ് ഒന്നുമല്ല, ചെറിയ റെസ്റ്റോറൻ്റാണ്. പക്ഷേ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. കടലിൻ്റെ കാഴ്ചയും കണ്ട് സൺസെറ്റും സൺറൈസും ഒക്കെ നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും. പിന്നെ ഫുൾ ബ്ലൂ വാട്ടറാണ്, ചുറ്റും നീല കളറിലെ വെള്ളമാണ്. നല്ല രസമാണ് കാണാൻ. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് നടന്നു പോകാൻ പറ്റിയേ. രാവിലെ കടൽ പുറകോട്ട് ഇറങ്ങി കിടക്കണ കാരണം നമുക്ക് നടന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പറ്റും. പക്ഷേ വൈകുന്നേര സമയത്തൊക്കെ ഈ ഫുൾ വെള്ളമായിരിക്കും. ആ ട്രീൻ്റെ ചുറ്റും വെള്ളമായിരിക്കും, ആ പൊക്കത്തിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബോട്ടിലേ ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സാൻസിബാറിൽ വന്നിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റോക്ക് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ദ റോക്ക് റെസ്റ്റോറൻറ്റ് ഓഫ് സാൻസിബാർ. ഇത് കഴിക്കാൻ മാത്രമല്ല കേട്ടോ, ഈ വ്യൂവും എക്സ്പ്ലോർ ചെയ്യാൻ വന്നവർക്ക് വരാൻ പറ്റും. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനോ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും റെസ്റ്റോറൻറ്റ് അകമൊക്കെ കയറി കാണാനൊക്കെ ഫ്രീ ആണ്. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ മാത്രമേ പൈസ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഫുഡൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. ഒരു റൊമാൻറ്റിക് ഈവനിങ്ങോ അതേപോലെ തന്നെ ആ സീൻ്റെ വ്യൂ ഒക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് ദ റോക്ക് റെസ്റ്റോറൻറ്റ് ഓഫ് സാൻസിബാർ. ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ല, ഞങ്ങളൊപ്പം രാജീവേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് ആ റോക്കൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് പ്ലാൻ ചെയ്തു. കാരണം ഇപ്പോൾ കടലിറങ്ങി കിടക്കണ കാരണം നമുക്ക് റോക്കൊന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പതുക്കെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലേക്ക് പോയി. ശരിക്കും ഒരു വലിയ റോക്കാണ് കേട്ടോ. ആ റോക്കിൻ്റെ മുകളിൽ മരങ്ങളും ഉണ്ട്. മൊത്തത്തിൽ നല്ല ഭംഗിയാണ് കേട്ടോ. റോക്കിൻ്റെ സൈഡിലൊക്കെ ഇന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞണ്ടുകളൊക്കെ ഉണ്ട്. അത് കാരണം സൂക്ഷിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കണേ. നല്ല ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും പോയത് നന്നായി ഞങ്ങൾക്ക് തോന്നി. സൈഡിൽ നിന്ന് മരങ്ങളും ചുറ്റും നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ആ പൊക്കത്തിൽ വെള്ളം വരാറുണ്ട്. ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടില്ലാതെ ഈ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളങ്ങനെ റോക്കിൻ്റെ സൈഡിലൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഒരു കുഞ്ഞി പയ്യൻ മീനൊക്കെ പിടിച്ചിങ്ങനെ വരയായിരുന്നു കേട്ടോ. ഒരു പയ്യൻ മാത്രമല്ല, അവൻ്റെ കുറേ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ കടലിറങ്ങി കിടക്കുന്ന സമയത്ത് മീനെ പിടിക്കാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ മീനൊക്കെ പിടിച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ലാലേട്ടൻ. ഈ പയ്യന്മാർ മാത്രമല്ല കേട്ടോ, കുറേ പയ്യന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ മീനെ പിടിക്കാൻ വേണ്ടി വന്നതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ബാക്ക് സൈഡിലെത്തി. ബാക്ക് വ്യൂവും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹൈറ്റിൽ കടൽ വരും. അപ്പോൾ ഇത്രയും ബാക്കിലേക്ക് കടൽ ഇറങ്ങി കിടക്കണ കാരണമാണ് കേട്ടോ ഈ ഭാഗമൊക്കെ വന്ന് ഒന്ന് കാണാൻ വരെ പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോട്ടിൽ ഒരു സെപ്പറേറ്റ് ബോട്ട് എടുത്തിട്ട് വേണം ഇവിടെ വരെ വരണമെങ്കിൽ. ഇത് ശരിക്കും നാച്ചുറലി ഫോം ചെയ്തൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു റോക്കാണ് കേട്ടോ. അപ്പോൾ ഈ റോക്കിൻ്റെ മുകളിൽ കുറേ ഹോൾസുകളുണ്ട്. ഈ ഹോൾസിൽ മറ്റേ ഞണ്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാണ്ടോ നടക്കണം, ഈ ഞണ്ടിൻ്റെ കടിയൊന്നും കൊള്ളാതെ സൂക്ഷിച്ച്. ശരിക്കും പറഞ്ഞ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ബാക്കിലേക്ക് പോണത്. അതായത് കടലിൻ്റെ മറ്റേ വെള്ളം ഇറങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തൊക്കെ കുറേ പായലും പിന്നെ കുറേ കുഴികളൊക്കെ ഉണ്ട്. ഇതിൽ കൂടെ നമ്മൾ താണ്ടിയാണ് ബാക്കിൽ എത്തിച്ചേർന്നത്. പക്ഷേ എത്തിച്ചേർന്നത് കൊണ്ട് എന്താണ്, നമുക്ക് കുറേ പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റി, നല്ല ഫോട്ടോസൊക്കെ കിട്ടി. അങ്ങനെ അവിടുത്തെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഫോട്ടോ സെഷനിലേക്കുള്ള തയ്യാറെടുപ്പായിരുന്നു. ആലീൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ സാൻസിബാർ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആലിക്ക് വേണ്ടി ഓൾറെഡി മെറ്റീരിയലൊക്കെ അവിടെ നിന്ന് തന്നെ താൻസാനിയയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അമ്മയ്ക്കും മോൾക്കും ഒരേപോലത്തെ ഡ്രസ്സ് ഇടണം എന്ന് ഒരാഗ്രഹം കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണ്.
അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ഓൾറെഡി ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് കിട്ടിയപ്പോൾ ഒട്ടും മിസ്സാക്കിയില്ല. ഫോട്ടോ എടുത്ത് അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ എൻജോയ് ചെയ്തു. അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ആലിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഏരിയ ഫുള്ള് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പൂവൊക്കെ പറിച്ച്. അങ്ങനെ ഒരു രസമായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സാൻസിബാർ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യണ്ടെങ്കിൽ ദ റോക്ക് റെസ്റ്റോറൻറ്റ് മിസ് ചെയ്യരുത്. ഇവിടെ നല്ല കിടിലൻ ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. അത് വേറെ ലെവൽ ഫോട്ടോ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.